എല്ലാവർക്കും സ്വാഗതം. +2 കെമിസ്ട്രിയിലെ കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ ക്ലാസ്സാണിത്. ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് റേറ്റിനെ പറ്റിയും ആവറേജ് റേറ്റിനെ പറ്റിയും ഇൻസ്റ്റന്റേനിയസ് റേറ്റിനെ പറ്റിയുമാണെങ്കിൽ, രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് ഓർഡറിനെ പറ്റിയും മോളിക്കുലാരിറ്റിയെ പറ്റിയുമാണ്. അപ്പം അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഒരു കെമിക്കൽ ഇക്വേഷൻ കണ്ടിട്ട് എഴുതാൻ പറ്റുന്ന ഒരു സാധനമല്ല ഓർഡർ എന്നുള്ളത്. അത് പ്യുവർലി എക്സ്പെരിമെന്റൽ കൺസെപ്റ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് സീറോ ഓർഡർ റിയാക്ഷനും ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷനും ഒക്കെ നമുക്കുണ്ട്. അതേസമയം മോളിക്കുലാരിറ്റി അങ്ങനെയല്ല. ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് മോളിക്കുലാരിറ്റി. അപ്പൊ ഇനി നമ്മൾ അടുത്ത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, അപ്പൊ നമുക്ക് നിലവിലെ റിയാക്ഷൻസിന്റെ എക്സാമ്പിൾ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ എക്സാമ്പിളും സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനും ഫസ്റ്റ് ഓർഡറിന്റെ കൂടെ തന്നെയാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ഓർഡർ, ഫ്രാക്ഷണൽ ഓർഡർ എന്നൊക്കെ പറഞ്ഞ എക്സാമ്പിൾസും നമുക്ക് മിനിമം ഒന്നോ രണ്ടോ എക്സാമ്പിൾസ് എങ്കിലും നമുക്കറിയാം. പിന്നെ അതുപോലെ തന്നെ യൂണിറ്റുകൾ, റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റുകൾ ചോദിച്ചാൽ നമുക്കറിയാം, ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് എപ്പോഴും സെക്കൻഡ് റൈസ് ടു -1 ആയിരിക്കും. അപ്പൊ അതുപോലെ ഒരു സീറോ ഓർഡർ റിയാക്ഷന്റെ യൂണിറ്റുകൾ, അതുപോലെ തന്നെ ഒരു സെക്കൻഡ് ഓർഡർ റിയാക്ഷനുകൾ, ഇങ്ങനെ നമുക്ക് യൂണിറ്റുകൾ നമുക്ക് പരിചയമുണ്ട്. ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡെറിവേഷൻസ് ആണ്. ഇതിനകത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 6 തരം ഡെറിവേഷൻസ് ഇന്ന് നമുക്ക് പഠിക്കണം. പക്ഷെ വലിയ പ്രയാസമൊന്നുമില്ല, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ അതിൽ ഒന്നാമത്തെ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഡെറിവേഷൻ ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്. റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലകൾ ഡെറൈവ് ചെയ്യണം. അത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെയും ചെയ്യണം, അതുപോലെ തന്നെ സീറോ ഓർഡർ റിയാക്ഷന്റെയും ചെയ്യണം. നമുക്ക് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ നമുക്ക് സ്റ്റഡി ഇല്ല. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് ഡെറൈവ് ചെയ്യണം, അതുപോലെ തന്നെ സീറോ ഓർഡർ റിയാക്ഷന്റെയും റേറ്റ് കോൺസ്റ്റന്റ് വാല്യൂ ഡെറൈവ് ചെയ്യണം. അത് ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു സെറ്റ്. ഇനി രണ്ടാമതൊരെണ്ണം ഹാഫ് ലൈഫ് പീരിയഡ് എന്നറിയപ്പെടുന്ന ഹാഫ് ലൈഫ് പീരിയഡ് എന്നറിയപ്പെടുന്ന ഒരു സംഗതി, ടി ഹാഫ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ഹാഫ് ലൈഫ് പീരിയഡിനെ പറ്റി മനസ്സിലാക്കണം. അതും ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് പീരിയഡ് കണ്ടുപിടിക്കുന്ന ഫോർമുല ഡെറൈവ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ സീറോ ഓർഡർ റിയാക്ഷന്റെയും ഹാഫ് ലൈഫ് പീരിയഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഡെറൈവ് ചെയ്യാനുണ്ട്. ഇനി അടുത്തൊരു ഡെറിവേഷൻ, ഒരു സെറ്റ് ഡെറിവേഷൻസ് ഉദ്ദേശിക്കുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്. അപ്പൊ ഒന്നാമത് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഡെറിവേഷൻ ആണ്. റേറ്റ് കോൺസ്റ്റന്റിന്റെ കെയുടെ വാല്യൂ എങ്ങനെ ഡെറൈവ് ചെയ്യാം എന്നാണ് സംസാരിക്കുന്നതെങ്കിൽ, ഈ മൂന്നാമത്തെ ഹെഡിങ്ങിൽ ഞാൻ പറയുന്നത് കെയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ഡെറൈവ് ചെയ്യുന്നത് എങ്ങനെയെന്നല്ല, പകരം ആ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെ, അതാണ് ഹെഡിങ്ങിന്റെ വ്യത്യാസം. ഇവിടെ എഴുതിയിരിക്കുന്നത് ഡെറിവേഷൻ എന്നാണെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്നത് ഡിറ്റർമിനേഷൻ ആണ്. കെയുടെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് സംസാരിക്കണം. അത് നമുക്ക് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ സീറോ ഓർഡർ റിയാക്ഷൻ ചെയ്യാനുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് 1, 2, 3, 4, 5, 6 തരം ഡെറിവേഷൻ ആണ് നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഒന്നാമത്തെ ഹെഡിങ്ങിലേക്ക് പോവാം. ഡെറിവേഷൻ ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇത് ചെയ്യുന്നു. അപ്പൊ അതിനുവേണ്ടി ആദ്യം ഞാനൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ സങ്കല്പിക്കുന്നു. റിയാക്ടന്റ് ഗീവ്സ് പ്രോഡക്റ്റ്. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ സങ്കല്പിക്കുന്നു. ഇതിന്റെ റേറ്റ് ഇക്വേഷൻ എഴുതുന്നു. dx/dt = K into concentration of R. അപ്പൊ നമുക്കറിയാം ഇതൊരു കെമിക്കൽ ഇക്വേഷൻ ആണ്, ഇതൊരു റേറ്റ് ഇക്വേഷൻ ആണ്. അപ്പൊ നമ്മൾ പഠിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഒരു കെമിക്കൽ ഇക്വേഷൻ കണ്ടിട്ട് ഒരു കാരണവശാലും റേറ്റ് ഇക്വേഷൻ എഴുതാൻ പാടില്ല, ശരിയാണ്. പക്ഷെ ഇവിടെ നമ്മൾ കൃത്യമായി പറയുന്നു ഇതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ ഇവിടെ R⁻1 എന്ന് എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇവിടെ R⁻1 എന്ന് എഴുതിയത്. അതേസമയം ഇതൊരു സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് സങ്കല്പിച്ചിരുന്നെങ്കിൽ ഞാൻ ഇവിടെ R⁻0 എന്ന് എഴുതിയേനെ. ഇതൊരു സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇവിടെ R⁻2 എന്ന് പറഞ്ഞേനെ. ഓക്കെ, അപ്പോൾ ആ വ്യത്യാസം മനസ്സിലായി. അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് ഫോർമുല ഡെറൈവ് ചെയ്തെടുക്കണം. അപ്പൊ അതിനുവേണ്ടി ഞാനൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ സങ്കല്പിച്ചു. R gives P എന്ന് എഴുതി, റേറ്റ് ഇക്വേഷൻ എഴുതി dx/dt = K into concentration of R എന്ന് എഴുതി കഴിഞ്ഞു. ഇനി ഇൻ ടേംസ് ഓഫ് R
ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്യാം. നിങ്ങൾക്ക് ഒന്നാമത്തെ ക്ലാസ്സിൽ ഓർമ്മയുണ്ട് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എഴുതുന്ന രീതി. ഈ ആർ വെച്ച് എഴുതാം, മൈനസ് ഡി എക്സിന് പകരം കോൺസെൻട്രേഷൻ ഓഫ് ആർ ബൈ ഡി ടി ഈക്വൽ ടു ബാക്കി ഇതുപോലെ കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആർ. ഓക്കെ, ഇനി അടുത്ത ഒരുപോലുള്ള ടേംസിനെ അറേഞ്ച് ചെയ്യണം. മൈനസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് ആർ ഡിവൈഡഡ് ബൈ ഈ ആറിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, ആർ ഈക്വൽ ടു കെ അവിടെ തന്നെ ഉണ്ട്, ഡി ടി ഇങ്ങോട്ട് മാറ്റാം, ഡി ടി. ഓക്കെ, ഇനി അടുത്ത ജോലി എന്ന് വെച്ചാൽ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ്. ഇന്റഗ്രേറ്റിംഗ്. അപ്പോൾ ഇന്റഗ്രേഷന്റെ സിമ്പൽ നമുക്കറിയാം, ഇങ്ങനെ കൊടുക്കണം. സോ മൈനസ് ഇന്റഗ്രേറ്റിംഗ് ഡി കോൺസെൻട്രേഷൻ ഓഫ് ആർ ഡിവൈഡഡ് ബൈ ആർ ഈക്വൽ ടു കെ കോൺസ്റ്റന്റ് ആണ്, ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല, ഡി ടി ഇന്റഗ്രേറ്റ് ചെയ്യാം, ഡി. ഓക്കെ, അപ്പൊ ഇനി ചില നിയമങ്ങൾ, ഇന്റഗ്രേഷന്റെ ചില നിയമങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതായത് ഇങ്ങനെ ഇന്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് എന്ന് എഴുതുന്നതിന് പകരം നാച്ചുറൽ ലോഗരിതം എൽ എൻ എക്സ് എന്ന് എഴുതാറുണ്ട്. വായിക്കുന്നത് ലോഗ് എക്സ് എന്ന് വായിച്ചാലും കുഴപ്പമില്ല, പക്ഷെ നമുക്ക് എൽ എൻ എക്സ് എന്ന് വായിക്കുന്നതാണ് സൗകര്യം. ഇന്റഗ്രൽ ഡി എക്സ് ബൈ എക്സിന് പകരം എൽ എൻ എക്സ് എന്ന് എഴുതാം. എങ്കിൽ ഇന്റഗ്രൽ ഡി വൈ ബൈ വൈക്ക് പകരം എന്ത് എഴുതാം? എൽ എൻ വൈ എന്ന് എഴുതാം. ഇന്റഗ്രൽ ഡി ഇസഡ് ബൈ ഇസഡിന് പകരം എൽ എൻ ഇസഡ് എന്ന് എഴുതാം. ഇന്റഗ്രൽ ഡി കെ ബൈ കെക്ക് പകരം എൽ എൻ കെ എന്ന് എഴുതാം. അപ്പൊ അതനുസരിച്ച് നോക്കുന്ന സമയത്ത് ഇവിടെ ഇന്റഗ്രൽ ഡി ആർ ബൈ ആർ ഉണ്ട്. അപ്പൊ ഇത്രയ്ക്ക് പകരം ഇതുമായിട്ട് മാച്ച് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. മൈനസ് അവിടെയുണ്ട്, എൽ എൻ എക്സിന് പകരം കോൺസെൻട്രേഷൻ ഓഫ് ആർ ഈക്വൽ ടു കെ അവിടെ തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തൊരു റിസൾട്ട് എന്ന് വെച്ചാൽ ഇന്റഗ്രൽ ഡി എക്സ് ഈക്വൽ ടു എക്സ് ആണ്. ഇന്റഗ്രൽ ഡി എക്സിന് പകരം എക്സ് എന്ന് എഴുതാം. അപ്പൊ എങ്കിൽ ഇന്റഗ്രൽ ഡി വൈക്ക് പകരം നമുക്ക് y എന്ന് എഴുതാം. ഇന്റഗ്രൽ ഡി കെക്ക് പകരം കെ എന്ന് എഴുതാം. ഇന്റഗ്രൽ ഡി ടി എന്ന് എഴുതുന്നതിന് പകരം ടി എന്ന് എഴുതാം. സോ ടി എന്ന് കൊടുക്കുന്നു. സോ രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇന്റഗ്രേഷനുമായി ബന്ധപ്പെട്ട ഒരു ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് ഉണ്ട്. അപ്പോൾ ഈ സൈഡിലും ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് കൂടെ വരും, ഈ സൈഡിലും ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് വരും. സോ രണ്ടും കൂടെ ചേർത്തിട്ട് ഒരു സൈഡ് രണ്ടും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രം നമ്മൾ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് കൊടുക്കുന്നു, പ്ലസ് സി ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അപ്പോൾ ഈ സി ശരിക്കും പറഞ്ഞാൽ രണ്ട് സൈഡിലും ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് ഉണ്ട്. അപ്പൊ രണ്ടും കോൺസ്റ്റന്റ് വാല്യൂസ് ആയതുകൊണ്ട് രണ്ടും കൂടി ചേർത്തിട്ട് ഒരു സൈഡിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. സോ പ്ലസ് സി എന്ന് എഴുതുന്നു. അപ്പൊ ഇതുവരെയുള്ള സ്റ്റെപ്പ് നമുക്ക് മനസ്സിലായി. നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ റേറ്റ് കോൺസ്റ്റന്റ് വാല്യൂ ഡിറൈവ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ആദ്യം ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ചെയ്തു, ആർ ഗീവ്സ് പി എന്ന് എഴുതി. then അതിന്റെ റേറ്റ് ഇക്വേഷൻ എഴുതി, ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു കെ ഇൻറ്റു ആർ റൈസ് ടു 1 എന്ന് എഴുതി. ഇനി ഒരു അതിനെ റീഅറേഞ്ച് ചെയ്യുന്നു, സോറി ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന രീതിയിൽ എഴുതുന്നു, മൈനസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് ആർ ബൈ ഡി ടി ഈക്വൽ ടു കെ ഇൻറ്റു ആർ. ഇനി അതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നു, മൈനസ് ഡി ആർ ബൈ ആർ ഈക്വൽ ടു കെ ഇൻറ്റു ഡി ടി. പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, ഇന്റഗ്രേഷന്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉപയോഗിച്ച് ഇവിടെ ഇന്റഗ്രേഷൻ നടത്തി കാണിച്ചു. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ജോലി എന്ന് വെച്ചാൽ ടി ഈക്വൽ ഈ ഇക്വേഷനിൽ ടി ഈക്വൽ ടു 0 ആവുന്ന സമയത്ത്, ടി ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ റിയാക്ഷൻ തുടങ്ങിയിട്ടില്ല, ആ സമയത്തുള്ള റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനെ, ആറിന്റെ കോൺസെൻട്രേഷനെ R0 എന്നാണ് പറയുന്നത്. അതിന് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറയണം. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ 0 എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് R റൈസ് ടു 0 എന്ന് എഴുതിയാൽ അതിന്റെ അർത്ഥം മാറിപ്പോവും. സോ ഇത് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ റെപ്രസെന്റ് ചെയ്യാൻ, തുടക്കത്തിലുള്ള കോൺസെൻട്രേഷൻ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അക്ഷരമാണ് കാണിച്ചിരിക്കുന്നത്, R0. ഈ 0 റൈസ് ടു പവർ ആയിട്ട് പോകരുത്, 0 അകത്ത് തന്നെ അല്ലെങ്കിൽ ഇതിന്റെ താഴോട്ട് തന്നെ വേണം. അത് ഇനിഷ്യൽ കോൺസെൻട്രേഷന് പകരം ഉപയോഗിക്കുന്ന ഒരു അക്ഷരമാണെന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ നമ്പർ 1ൽ ഈ ടിക്ക് പകരം 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, ആറിന് പകരം R0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എങ്കിൽ ഇക്വേഷൻ എങ്ങനെ മാറും നോക്കാം. മൈനസ് എൽ എൻ ആറിന് പകരം R0 ഈക്വൽ ടു കെ ഇൻറ്റു ടിക്ക് പകരം 0 കെ ഇൻറ്റു 0 പ്ലസ് സി. നമുക്കറിയാം കെ ഇൻറ്റു 0 എന്ന് വെച്ചാൽ 0 ആണ്. അപ്പൊ നമുക്ക് ബാക്കിയുള്ളത് മൈനസ് എൽ എൻ R0 ഈക്വൽ ടു സി. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2. ഇനി അടുത്ത ജോലി എന്ന് വെച്ചാൽ ഇക്വേഷൻ നമ്പർ 1ലെ സി ഉണ്ട്, ഈ സിക്ക് പകരം ഈ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം.
അപ്പോൾ എങ്കിൽ ഇക്വേഷൻ നമ്പർ 1 എങ്ങനെ മാറും എന്ന് ചോദിച്ചാൽ ഇവിടെ മാറ്റമില്ല. മൈനസ് എൽ എൻ ആർ ഈക്വൽ ടു കെ ടി. ഇനി സിക്ക് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, മൈനസ് എൽ എൻ ആർ 0. ഓക്കെ. ഇനി അടുത്ത ജോലി ഒരുപോലുള്ള ടേംസിനെ അറേഞ്ച് ചെയ്യുക. ഈ മൈനസ് എൽ എൻ ആർ 0 ഇപ്പുറത്ത് വരുന്നു, സോ അത് പ്ലസ് ആയി മാറുന്നു. എൽ എൻ ആർ 0 മൈനസ് എൽ എൻ ആർ ഈക്വൽ ടു കെ ടി. ഓക്കെ. ഇനി നമുക്കൊരു നിയമമുണ്ട്, എൽ എൻ എ മൈനസ് എൽ എൻ ബി എന്നുള്ളതിന് പകരം എൽ എൻ എ ബൈ ബി എന്ന് പറയാം. അപ്പൊ അതനുസരിച്ച് എൽ എൻ ആർ 0 ബൈ ആർ ലോഗ് എ മൈനസ് ലോഗ് ബി ഈക്വൽ ടു ലോഗ് എ ബൈ ലോഗ് ബി എന്നല്ല, ലോഗ് എ ബൈ ബി എന്നാണ്. അപ്പൊ അതനുസരിച്ച് നോക്കുന്ന സമയത്ത് എൽ എൻ ആർ 0 മൈനസ് എൽ എൻ ആർ ഈക്വൽ ടു എൽ എൻ ആർ 0 ബൈ ആർ എഴുതാം, ഈക്വൽ ടു ഇടത് സൈഡായി ഈക്വൽ ടു ഇത് പുറത്ത് കൊണ്ട് അറേഞ്ച് ചെയ്യാം, കെ ടി. ഓക്കെ, ശരി. ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കെ ആണ്. സോ കെ ഈക്വൽ ടു ടി താഴോട്ട് കൊണ്ടുവരാം, 1 ബൈ ടി ഇൻറ്റു എൽ എൻ ആർ 0 ബൈ ആർ. ഓക്കെ. ഇനി എൽ എൻ്റെ പ്രത്യേകത, ഇതൊരു നാച്ചുറൽ ലോഗരിതമാണ്. അതിനെ കോമൺ ലോഗരിതത്തിലേക്ക് മാറ്റണമെങ്കിൽ എൽ എൻ ഈക്വൽ ടു 2.303 ഇൻറ്റു എൽ ഒ ജി എന്നാണ്. എൽ എൻ ലോഗ് എന്ന് എഴുതണമെങ്കിൽ ഒരു 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ അതനുസരിച്ച് കെ ഈക്വൽ ടു എൽ എൻ പകരം 2.303 ബൈ ടി ഇൻറ്റു ലോഗ് ആർ 0 ബൈ ആർ. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നാമത്തെ ഡെറിവേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞു. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ ഡെറൈവ് ചെയ്തു. K equal to 2.303 by T into log R0 by R എന്ന് നമുക്ക് പറയാം. Where R0 is the initial concentration, R is the concentration at the time T. T എന്ന സമയത്ത് ബാക്കിയുള്ളത് എന്താണോ അതിനെയാണ് നമ്മൾ R എന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ജോലി പൂർത്തിയായി. സോ K equal to 2.303 by T into log R0 by R. കോൺസെൻട്രേഷൻ സ്ക്വയർ ബ്രാക്കറ്റുകൾ ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ ഇനി അടുത്ത രണ്ടാമത്തെ ജോലി സീറോ ഓർഡർ റിയാക്ഷന്റെ K കണ്ടുപിടിക്കുന്ന കാര്യം. ശരി, അപ്പൊ അതിനുവേണ്ടി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒരു സീറോ ഓർഡർ റിയാക്ഷൻ പറയുക, R gives P. Then അടുത്ത സ്റ്റെപ്പ് റേറ്റ് ഇക്വേഷൻ dx by dt equal to k into r raised to 0. സീറോ ഓർഡർ ആയതുകൊണ്ട് raised to 0. നമ്മളിവിടെ നേരത്തെ എഴുതിയത് R0, അത് വേറെയാണ്, അത് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആണ്, അത് ഇതും തമ്മിൽ ബന്ധമില്ല. ഓക്കെ, ഇനി നമുക്കറിയാം any quantity raised to 0 equal to 1 ആണ്. സോ അതുകൊണ്ട് തന്നെ ഇത്രയ്ക്ക് പകരം നമുക്ക് 1 എന്ന് എഴുതാം. സോ അടുത്ത സ്റ്റെപ്പ് dx by dt equal to k എന്ന് മാത്രം എഴുതാം. ഇനി ഇവിടെ നമുക്ക് റേറ്റ് ഇൻസ്റ്റന്റേനിയസ് റേറ്റിന്റെ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാം. സോ മൈനസ് the concentration of R divided by dt equal to k. Rearrange ചെയ്യുന്നു, minus dr equal to k into dt പുറത്ത് കൊണ്ടുപോകാം dt. Integrate ചെയ്യുന്നു, minus integral d concentration of R equal to k into integral dt. Integration result അറിയാം, dx ന് പകരം x എന്ന് എഴുതണമെന്ന് അറിയാം. So minus concentration of R equal to k into dt ക്ക് പകരം t എന്ന് എഴുതണം, plus constant of integration C, constant of integration C, equation number 1. അടുത്ത ജോലി പഴയതുപോലെ t ക്ക് പകരം 0 കൊടുക്കുന്ന സമയത്ത് R ന്റെ വാല്യൂ R0 ആണ്, raised to 0 ആയിട്ടുള്ള ഈ സാധനം ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 t ക്ക് പകരം 0 കൊടുത്താൽ R ന് പകരം R0 കൊടുക്കണം. സോ മൈനസ് R ന് പകരം R0 എന്ന് കൊടുക്കുന്നു, ഈക്വൽ ടു k into 0 plus C. k into 0 0 ആണ്, C യുടെ വാല്യൂ കിട്ടി. സോ C equal to minus concentration of R0 എഴുതി. ഇക്വേഷൻ നമ്പർ 2. ഇനി ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മൈനസ് R അവിടെയുണ്ട്, ഈക്വൽ ടു KT അവിടെയുണ്ട്. ഇനി C ക്ക് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മൈനസ് R0. ഓക്കെ, ഇനി ഒരുപോലെ ടേം അറേഞ്ച് ചെയ്യുന്നു, KT ഈക്വൽ ടു ഇത് ഇടതുവശത്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് R0 മൈനസ് R.
then k equal to r0 minus r divided by t. So നമ്മൾ രണ്ടാമത്തെ കാര്യം പൂർത്തിയാക്കി കഴിഞ്ഞു. So k equal to r0 minus r divided by t. Okay, അപ്പോൾ നമ്മൾ സീറോ ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് ഫോർമുല ഡിറൈവ് ചെയ്തു. സോ നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിയാം. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് ഫോർമുല k equal to 2.303 by t into log r0 by r, where r0 is the initial concentration and r is the concentration at the time t. t എന്ന സമയത്ത് ബാക്കി എന്തോ ഉണ്ടോ അതിനെയാണ് നമ്മൾ r എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സീറോ ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല k equal to r0 minus r divided by t. അതിലെ ടേംസിൽ ഇത് തന്നെയാണ്. r0 ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആണ്, r എന്ന് വെച്ചാൽ t എന്ന സമയത്തുള്ള കോൺസെൻട്രേഷൻ ആണെന്ന് ഓർമ്മ വേണം. ഓക്കെ, പിന്നെ അടുത്ത കാര്യത്തിലേക്ക് പോവാം. ഹാഫ് ലൈഫ് പീരീഡ് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഹാഫ് ലൈഫ് പീരീഡ് പേര് സൂചിപ്പിക്കും പോലെ തന്നെയാണ്, ഒരു സബ്സ്റ്റൻസ് എത്രയുണ്ടോ അത് അതിന്റെ പകുതിയായി മാറാനെടുക്കുന്ന സമയത്തിനെയാണ് ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയേണ്ടത്. അതായത് ലൈഫ് ഹാഫായി മാറാനെടുക്കുന്ന സമയത്തിനെയാണ് ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയേണ്ടത്. അതായത് 1000 ഉണ്ടെങ്കിൽ, ഒരു സബ്സ്റ്റൻസ് 1000 ഉണ്ടെങ്കിൽ അതിന്റെ പകുതി 500ആയി മാറാനെടുക്കുന്ന സമയം, 500 ഉണ്ടെങ്കിൽ അതിന്റെ പകുതിയായ 250ആയി മാറാനെടുക്കുന്ന സമയം, 250 ഉണ്ടെങ്കിൽ അതിന്റെ പകുതിയായി മാറാനെടുക്കുന്ന 125ആയി മാറാനെടുക്കുന്ന സമയം, 125 ആണുള്ളതെങ്കിൽ അതിന്റെ പകുതിയായ 62.5ആയി മാറാനെടുക്കുന്ന സമയം. അപ്പൊ ഇങ്ങനെ എത്രയുണ്ടോ അത് അതിന്റെ പകുതിയായി മാറാനെടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയേണ്ടത്. അപ്പൊ എങ്കിൽ ഞാൻ പറഞ്ഞു ഹാഫ് ലൈഫ് പീരീഡ് ടിക്ക് പകരം ടി ഹാഫ് എന്ന് റെപ്രസെന്റ് ചെയ്താൽ ആ സമയത്തുള്ള ആറിന്റെ വാല്യൂ എന്ന് വെച്ചാൽ ഇനിഷ്യൽ കോൺസെൻട്രേഷനായ r0യുടെ പകുതിയായി മാറാനെടുക്കുന്ന സമയം. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എത്രയുണ്ടോ അത് അതിന്റെ പകുതിയായി മാറാനെടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ ഹാഫ് ലൈഫ് എന്ന് പറയേണ്ടത്. അല്ലെങ്കിൽ ഹാഫ് ലൈഫ് പീരീഡ് ടി ഹാഫ് ആവുന്ന സമയത്ത് ആറിന്റെ വാല്യൂ ഇനിഷ്യൽ കോൺസെൻട്രേഷന്റെ പകുതിയായിരിക്കും, r0യുടെ പകുതിയായിരിക്കും. ഓക്കെ, അപ്പൊ എങ്കിൽ ഈ ഫോർമുലയിൽ ഈ കാര്യങ്ങൾ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. k equal to 2.303 ഡിവൈഡഡ് ബൈ ടിക്ക് പകരം ഈ വാല്യൂ ഹാഫ് ലൈഫ് പീരീഡ് കാണിച്ചു എങ്കിൽ ലോഗ് r0 ഇനിഷ്യൽ കോൺസെൻട്രേഷൻ മാറ്റമില്ല, ഡിവൈഡ് ബൈ ആറിന് പകരം ഈ വാല്യൂ r0 by 2. r0ക്ക് മാറ്റമില്ല, ആറിന് പകരം r0 by 2 എഴുതുന്നു. അപ്പൊ ഇനി അടുത്ത് നോക്കുമ്പോൾ ഈ r0 ക്യാൻസൽ ചെയ്തിട്ട് 2 മുകളിലോട്ട് വരാം. സോ k equal to 2.303 by t half into log r0 ക്യാൻസൽ ചെയ്ത് 2 മുകളിലോട്ട് 2. ഓക്കെ, ഇനി log 2ന്റെ വാല്യൂ log 2 equal to 0.3010 അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ k equal to 2.303 by t half into 0.3010. k equal to ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കാൽക്കുലേറ്റർ മൾട്ടിപ്ലൈ നോക്കണം, 0.693 എന്ന് കിട്ടും ഡിവൈഡ് ബൈ t half. നമുക്ക് കണ്ടുപിടിക്കുന്ന t half ആണ്. t half equal to 0.693 ഡിവൈഡ് ബൈ k എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു കാര്യം കൂടെ പൂർത്തിയാക്കി. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് പീരീഡ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുല ടി ഹാഫ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ k എന്ന് മനസ്സിലായി. ഓക്കെ, ഇനി ഇതുപോലെ അത് സീറോ ഓർഡർ റിയാക്ഷനിൽ അപ്ലൈ ചെയ്താൽ ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്താൽ k ഈക്വൽ ടു r0ക്ക് മാറ്റമില്ല, ഇതിന് മാറ്റമില്ല, മൈനസ് ആറിന് പകരം r0 by 2 എന്ന് കൊടുക്കുക ഡിവൈഡഡ് ബൈ ഈ ടിക്ക് പകരം ടി ഹാഫ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇത് നോക്കാൻ അറിയാം, ഇവിടെ ഒരു r0 ആണ്, ഇവിടെ പകുതി r0 ആണ്. അപ്പോൾ ഒരു r0യിൽ നിന്ന് പകുതി r0 കുറച്ചാൽ ബാക്കി കിട്ടുന്നത് പകുതി ആയിരിക്കും. ഇവിടെ ഒരു r0 ആണ്, ഇവിടെ പകുതി r0 ആണ്. അപ്പോൾ ഒന്നിൽ നിന്ന് പകുതി കുറച്ചാൽ ബാക്കി കിട്ടുന്നത് പകുതി ആയിരിക്കും നമുക്കറിയാം. സോ k ഈക്വൽ ടു r0 by പകുതി 2 ബാക്കി ടി ഹാഫ് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ടി ഹാഫ് ഈക്വൽ ടു r0 ഡിവൈഡഡ് ബൈ 2k. സോ ആ ഫോർമുലയും പൂർത്തിയായി. ടി ഹാഫ് ഈക്വൽ ടു r0 ഡിവൈഡഡ് ബൈ 2k. ഓക്കെ, അപ്പോൾ നമ്മൾ മൊത്തം 6 കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അതിൽ 4 കാര്യങ്ങൾ ഇപ്പോൾ തന്നെ പൂർത്തിയായി. നമുക്ക് കാര്യങ്ങൾ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇനിയുള്ളത് ഡിറ്റർമിനേഷൻ ആണ്. k കണ്ടുപിടിക്കുന്ന വിധം
അതിനുവേണ്ടി ഈ ഫോമിൽ എടുത്തെഴുതുക. k equal to 2.303 by t into log r0 by r. ഇനി ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. log r0 by r equal to kt divided by 2.303. ഓക്കെ, ഇനി ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്യാം. log r0 മൈനസ് log r തിരിച്ച് log a by b എന്ന് വെച്ചാൽ log a മൈനസ് log b ഈക്വൽ ടു kt by 2.303. ഇനി മൈനസ് log r അവിടെ നിർത്തിയാൽ ഈക്വൽ ടു ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ മൈനസ് log r0 പ്ലസ് kt by 2.303. മൈനസ് log r അവിടെ നിർത്തി ഇതിനപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ ഇത് മൈനസ് ആയി, ഇത് അവിടെ തന്നെ ഉണ്ട്. ഇനി മൈനസ് മാറ്റാൻ വേണ്ടി ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ log r ഈക്വൽ ടു log r0 മൈനസ് kt by 2.303. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷന്റെ പ്രത്യേകത ഇത് കണ്ടാൽ തന്നെ അറിയാം, ഇതിനകത്ത് രണ്ട് വേരിയബിൾസ് ഉണ്ട്. r0 എന്നുള്ളത് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആണ്, അത് ചേഞ്ച് ചെയ്യുന്നില്ല. അതേസമയം ടൈം എന്നുള്ളത് ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതേസമയം r എന്നുള്ളതും ചേഞ്ച് ചെയ്യുന്നുണ്ട്. സമയം മാറുന്നതനുസരിച്ച് r-ന്റെ വാല്യൂ വ്യത്യാസമുണ്ട്. സോ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ തുല്യമാണ്. സോ y ഈക്വൽ ടു mx പ്ലസ് c. അതായത് നമ്മൾ ഒരു ഗ്രാഫ് വരച്ചാൽ y ആക്സിൽ കാണിക്കേണ്ട സാധനം log r, x ആക്സിൽ കാണിക്കേണ്ടത് ടൈം, x-ന് പകരം ടൈം. ഓക്കെ, അപ്പോഴത്തേക്ക് നമുക്ക് സ്ലോപ്പ് കിട്ടുമെന്ന് പറയുന്നു. നമുക്കറിയാം സ്ലോപ്പ് എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ സ്ലോപ്പാണ്, ഇങ്ങനെ സ്ലോപ്പാണ്, ഇങ്ങനെ എഴുതിയാലും സ്ലോപ്പാണ്, ഇങ്ങനെ എഴുതിയാലും സ്ലോപ്പാണ്. അപ്പൊ അതിൽ എങ്ങനത്തെ സ്ലോപ്പ് കിട്ടും? പോസിറ്റീവ് സ്ലോപ്പാണോ നെഗറ്റീവ് സ്ലോപ്പാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇവിടെ നോക്കുക, ഇവിടെ എഴുതിയിരിക്കുന്നത് നെഗറ്റീവ് സ്ലോപ്പാണ്. സോ അതുകൊണ്ട് തന്നെ ഗ്രാഫ് ഇങ്ങനെയാണ് കിട്ടേണ്ടത്. നെഗറ്റീവ് സ്ലോപ്പ് ആയതുകൊണ്ട് ഇങ്ങനെ കിട്ടണം. ഇനി സ്ലോപ്പ് എന്ന് വെച്ചാൽ m ആണ്. m-ന് തുല്യമായ വാല്യൂ കണ്ടോ? ഇതിൽ നിന്ന് സ്ലോപ്പ് ഈക്വൽ ടു, സ്ലോപ്പ് എന്ന് വെച്ചാൽ m ആണ്, m ഈക്വൽ ടു മൈനസ് k ബൈ 2.303. അതിൽ നിന്ന് k ഈക്വൽ ടു സ്ലോപ്പ് ഇൻറ്റു 2.303 മൈനസ് കൂടെ കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് k കണ്ടുപിടിക്കേണ്ടത് മനസ്സിലാക്കിയിട്ടുണ്ട്. കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു ഗ്രാഫ് വരയ്ക്കുക, ആ ഗ്രാഫിന്റെ x ആക്സിൽ ടൈം എന്ന് കാണിക്കുക, y ആക്സിൽ log r എന്ന് കാണിക്കുക. അപ്പൊ നമുക്കൊരു നെഗറ്റീവ് സ്ലോപ്പ് കിട്ടും. ആ സ്ലോപ്പിന്റെ വാല്യൂവിനെ k ഈക്വൽ ടു മൈനസ് സ്ലോപ്പ് ഇൻറ്റു 2.303. അവിടെ കിട്ടുന്ന വാല്യൂ, സ്ലോപ്പിന്റെ വാല്യൂവിനെ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ k കിട്ടുമെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സോ നമ്മൾ 5 കാര്യങ്ങൾ പൂർത്തിയായി. k ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ k കണ്ടുപിടിക്കുന്ന വിധവും കൂടെ നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി സീറോ ഓർഡർ റിയാക്ഷന്റെ k കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി ആ ഫോർമുല എടുത്തെഴുതാം. k ഈക്വൽ ടു r0 മൈനസ് r ഡിവൈഡഡ് ബൈ t. ഒരുപോലുള്ളത് അറേഞ്ച് ചെയ്യുക. kt ഈക്വൽ ടു r0 മൈനസ് r. ഓക്കെ, ഇനി നമുക്കറിയാം വേരിയബിൾ എന്ന് വെച്ചാൽ r0 അല്ല, r ആണ് വേരിയബിൾ. അപ്പൊ അതുകൊണ്ട് തന്നെ r-നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് r-നെ ഇപ്പുറത്ത് കൊണ്ടുവരാം. മൈനസ് r എന്നുള്ളത് പ്ലസ് r ആയി, ഈക്വൽ ടു r0 അവിടെയുണ്ട്, kt ഇപ്പുറത്ത് കൊണ്ടുപോകാം, മൈനസ് kt ആയി. ഇത് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ തുല്യം. y ഈക്വൽ ടു mx പ്ലസ് c. x ആക്സിൽ ടൈം ആണ്, y ആക്സിൽ r ആണ്. അപ്പൊ നമ്മൾ തൊട്ടുമുമ്പ് വരച്ച ഗ്രാഫിന്റെ x ആക്സിലും ടൈം ആയിരുന്നു, പക്ഷെ y ആക്സിൽ log r ആയിരുന്നു നേരത്തെ വരച്ചത്. log r ആണ്, പക്ഷെ ഇവിടെ log ഇല്ല, പകരം r തന്നെ. ഓക്കെ, ഇനി സ്ലോപ്പിന്റെ പ്രത്യേകത. സ്ലോപ്പ് നേരത്തെ നെഗറ്റീവ് സ്ലോപ്പ് ആണ്, ഇപ്പോഴും നെഗറ്റീവ് സ്ലോപ്പ് ആണ്. സോ നെഗറ്റീവ് സ്ലോപ്പ്. ഇനി സ്ലോപ്പിന് തുല്യമായ വാല്യൂ എന്താണ്? മൈനസ് k ആണെന്ന് മനസ്സിലായി. അപ്പോൾ സീറോ ഓർഡർ റിയാക്ഷൻ എങ്ങനെയാണ് k കണ്ടുപിടിക്കുന്നത് ചോദിച്ചാൽ അവിടെ ഒരു ഗ്രാഫ് വരയ്ക്കണം. ഗ്രാഫിൽ x ആക്സിൽ ടൈം പ്ലോട്ട് ചെയ്യണം, y ആക്സിൽ r-ന്റെ വാല്യൂ പ്ലോട്ട് ചെയ്യണം. സ്ലോപ്പ് നെഗറ്റീവ് തന്നെ. ഇനി k എന്ന് വെച്ചാൽ അവിടെ ആ നെഗറ്റീവ് സ്ലോപ്പ് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ 6 കാര്യങ്ങൾ നമ്മൾ പൂർത്തിയാക്കി. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് പ്രത്യേകം ചോദ്യങ്ങൾ വരാം. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ k ഡിറൈവ് ചെയ്യാൻ പറയാം, സീറോ ഓർഡർ റിയാക്ഷന്റെ k ഡിറൈവ് ചെയ്യാൻ പറയാം. അപ്പൊ അത് മനസ്സിലാക്കണം.
പിന്നെ അതുപോലെ തന്നെ ഹാഫ് ലൈഫ് പീരീഡ് പ്രത്യേകം ചോദിക്കാം. അതുപോലെ തന്നെ K കണ്ടുപിടിക്കുന്ന വിധവും പ്രത്യേകം ചോദിക്കാം. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ഒരു റൗണ്ടായിട്ട് മനസ്സിലാക്കുക. ഇനി അല്ലാതെ ഇതിന്റെ കൂടെ നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടെ ഉണ്ട്. അതില് ഈ ഹാഫ് ലൈഫ് പീരീഡുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതായത് ഇവിടുത്തെ ഹാഫ് ലൈഫ് പീരീഡിനെ നോക്കിയാൽ നമുക്കറിയാം അവിടെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷനുമായി ബന്ധപ്പെട്ട ഒരു ടേമും അവിടെ ഇല്ല. അതേസമയം ഇവിടുത്തെ ഹാഫ് ലൈഫിന്റെ പ്രത്യേകത അവിടെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇവിടെ ഓർമ്മിക്കേണ്ട ഒരു പോയിന്റ്, ഈ ഹാഫ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ. അതായത് സീറോ ഓർഡർ റിയാക്ഷൻ സംബന്ധിച്ചിടത്തോളം അവിടെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കുന്ന സമയത്ത് ഹാഫ് ലൈഫ് പീരീഡ് വാല്യൂ കൂടുതലായിരിക്കും. കോൺസെൻട്രേഷൻ കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഹാഫ് ലൈഫ് പീരീഡ് കുറവായിരിക്കും. ഓക്കെ, ഇനി അതേസമയം ഇവിടെയാണെങ്കിൽ അങ്ങനെ ഒരു കാര്യമില്ല. ഈ ഹാഫ് ഇൻഡിപെൻഡന്റ് ഓഫ് കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷനായിട്ട് ഒരു ബന്ധമില്ലാത്ത ഹാഫ് ലൈഫ് ആണ് ഫസ്റ്റ് ഓർഡറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളതെന്ന് ഓർമ്മിച്ചോണം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാം. ഫസ്റ്റ് ഓർഡർ റിയാക്ഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇനിഷ്യൽ കോൺസെൻട്രേഷനായിട്ടോ ഒരു ബന്ധവുമില്ല. എത്ര കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിലും അതിന്റെ ഹാഫ് ലൈഫ് പീരീഡ് സെയിം ആണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ റേഡിയോ ആക്ടിവിറ്റി എന്നുള്ളത് ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. റേഡിയോ ആക്ടിവിറ്റി ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ഇപ്പൊ യുറേനിയത്തിന്റെ ഹാഫ് ലൈഫ് പീരീഡ് 4.5 × 10⁹ ഇയേഴ്സ് ആണ്. അതായത് 1000 ഗ്രാം യുറേനിയം 500 ഗ്രാമായി മാറാൻ വേണ്ടി 4.5 × 10⁹ ഇയേഴ്സ് എടുക്കുമെങ്കിൽ ആ 500 ഗ്രാം അതിന്റെ പകുതിയായ 250 ഗ്രാമായി മാറാൻ വീണ്ടും 4.5 × 10⁹ ഇയേഴ്സ് എടുക്കുമെന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അതായത് കോൺസെൻട്രേഷൻ എത്രയായാലും കുഴപ്പമില്ല, 1 ഗ്രാം ഉണ്ടെങ്കിൽ അതിന്റെ പകുതിയായി മാറാൻ വേണ്ടി 4.5 × 10⁹ ഇയേഴ്സ് എടുക്കും. ആ പകുതി അതിന്റെ പകുതിയായി മാറാൻ വീണ്ടും 4.5 × 10⁹ ഇയേഴ്സ് എടുക്കും. കാരണം അവിടെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഉള്ളത് കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നതേ ഇല്ല. അതേസമയം സീറോ ഓർഡർ ആണെങ്കിൽ അവിടെ കോൺസെൻട്രേഷൻ കുറയുന്നതനുസരിച്ച് ഹാഫ് ലൈഫിന്റെ വാല്യൂസ് കുറഞ്ഞു വരും എന്ന് ഓർമ്മിച്ചോണം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു അഡീഷണൽ പോയിന്റ് അവിടെ ഓർക്കുക. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു അഡീഷണൽ വർക്ക് എന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ വളരെ തറവായിട്ട് തന്നെ മനസ്സിലാക്കണം. എപ്പോൾ ചോദിച്ചാലും ഈ ഫോർമുലകളെല്ലാം പഠിച്ചിരിക്കണം. K കണ്ടുപിടിക്കുന്ന വിധം ഫസ്റ്റ് ഓർഡറിലാണെങ്കിൽ എക്സ് ആക്സിൽ ടൈം ആണ്, സീറോ ഓർഡറിൽ എക്സ് ആക്സിൽ ടൈം ആണ്. ഫസ്റ്റ് ഓർഡറിൽ y ആക്സിൽ log r ആണ്, r0 അല്ല, log r ആണ്. സീറോ ഓർഡർ ആണെങ്കിൽ അവിടെ r മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഓർഡറിന്റെ K കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സ്ലോപ്പ് ഉണ്ട്, അതിന്റെ കൂടെ ലോഗ് ഉള്ളത് കൊണ്ട് 2.303 കൂടെ ഉണ്ട്. സീറോ ഓർഡർ ആകുമ്പോഴത്തേക്ക് ആ സ്ലോപ്പിന്റെ വാല്യൂ മാത്രമേ ഉള്ളൂ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഇനി അത് കൂടാതെ നിങ്ങളൊരു ടേബിൾ തയ്യാറാക്കണം. നിങ്ങൾ നോട്ടൊക്കെ എഴുതിയതിനു ശേഷം ഒരു ടേബിൾ ഉണ്ടാക്കണം. ആ ടേബിൾ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ ഉൾക്കൊള്ളിച്ചിട്ട് ഇത് കൂടാതെ 1-2 ഇൻഫർമേഷൻ കൂടെ. നാലാമത്തത് യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് നമുക്ക് പരിചയമുള്ളതാണ്. ഫസ്റ്റ് ഓർഡറിന്റെ യൂണിറ്റിന് ഇവിടെ എഴുതുക, സീറോ ഓർഡറിന്റെ യൂണിറ്റ് ഇവിടെ എഴുതുക. ഓക്കെ, പിന്നെ അഞ്ചാമതൊരു കാര്യം എക്സാമ്പിൾ. ഫസ്റ്റ് ഓർഡർ നിങ്ങൾ പഠിച്ചിരിക്കുന്ന എക്സാമ്പിൾ ഇവിടെ എഴുതണം, സീറോ ഓർഡറിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന എക്സാമ്പിൾ ഇവിടെ എഴുതണം. ഓക്കെ, അപ്പൊ നിങ്ങൾ പിന്നെ നോട്ടൊക്കെ എഴുതി ഇത് ഹാർഡ് വർക്ക് ചെയ്ത് എഴുതി പഠിച്ചതിന് ശേഷം നമ്മുടെ നോട്ട് ബുക്കിൽ ഒരു കോളം തയ്യാറാക്കണം. ഇങ്ങനെ ഒരു കോളം, ഫസ്റ്റ് ഓർഡർ സീറോ ഓർഡർ വെച്ചൊരു കോളം തയ്യാറാക്കുക. അതിൽ 5 കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. ഒന്ന് ഡെറിവേഷൻ ഓഫ് റേറ്റ് കോൺസ്റ്റന്റിന്റെ കാര്യം ഇതുപോലെ, രണ്ടാമത്തത് ഇതുപോലെ എഴുതി വെച്ചാൽ മതി. രണ്ടാമത്തെ ഹാഫ് ലൈഫ് പീരീഡിന്റെ ഫോർമുല, ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്ത് വെക്കുക. മൂന്നാമത്തത് K കണ്ടുപിടിക്കുന്ന വിധം, ഈ ഗ്രാഫിന്റെ കാര്യം അവിടെ സൂചിപ്പിക്കുക. നാലാമത്തത് യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് വാല്യൂ അവിടെ എഴുതുക, യൂണിറ്റ് ഫോർമുല അവിടെ എഴുതുക. അഞ്ചാമത്തത് എക്സാമ്പിൾസ്, ഓരോന്നിനും നമ്മൾ പഠിച്ചിരിക്കുന്ന എക്സാമ്പിൾസ് ഇവിടെ എഴുതി വെച്ചാൽ ആ ഭാഗത്ത് നിങ്ങൾക്ക് പിന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിനായാലും ശരി, അല്ലെങ്കിൽ നമ്മുടെ +2 പരീക്ഷയ്ക്കായാലും ശരി, നമുക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻ സാധ്യത നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. പിന്നെ പ്രോബ്ലം ചെയ്യുന്ന സമയത്തും ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് എളുപ്പത്തിൽ കഴിയും. ഓക്കെ, അപ്പോൾ നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ ബാക്കി ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.